ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയമുള്ള കിസാൻ വാണി ശ്രോതാക്കളെ, കമ്പംമെട്ടിനടുത്ത് കരുണാപുരത്ത് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വീട്ടമ്മയായ സാലി എന്ന് വിളിക്കപ്പെടുന്ന റോസമ്മ ജോർജ് കിഴക്കേലുമായുള്ള അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. ഇന്ന് കിസാൻ വാണി ടീം എത്തിയിട്ടുള്ളത് ഇടുക്കിയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കരുണാപുരം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്താണ്. വർഷങ്ങളായി തന്നെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മാതൃകാ കർഷകരുള്ള അതിർത്തി ഗ്രാമമാണ് കരുണാപുരം. കമ്പംമെട്ടിനടുത്തേക്ക്, അതായത് ഇടുക്കി ജില്ലയുടെ അതിർത്തി, കേരളത്തിന്റെ അതിർത്തി എന്ന് പറയുന്ന കമ്പംമെട്ടിലേക്ക് കുറച്ചു ദൂരം മാത്രം, 1-2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. ഇന്ന് നമ്മോടൊപ്പമുള്ള വീട്ടമ്മ, കാർഷിക പ്രവർത്തനങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന വീട്ടമ്മയാണ് ശ്രീമതി റോസമ്മ ജോർജ്. സാലി എന്നാണ് വിളിക്കുന്നത്. റോസമ്മ ജോർജ് കിഴക്കേലിന്റെ കാർഷിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. എന്തൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ? നമസ്കാരം. എന്റെ വീട് കമ്പംമെട്ടിലായിരുന്നു. എന്റെ വിവാഹത്തിന് മുമ്പ് കമ്പംമെട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്തും ആ വീട്ടിലും കാർഷിക മേഖലയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വയലുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇഷ്ടംപോലെ നെല്ല്, വീട്ടാവശ്യത്തിനും വാണിജ്യത്തിനുമായിട്ടുള്ള നെല്ലുണ്ടായിരുന്നു. അവിടെ പിന്നെ പശു വളർത്തല്, അങ്ങനെയുള്ള കാർഷിക മേഖലയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ട് 30 വർഷത്തോളമായി. അവിടെ എന്റെ വീട്ടിലും കാർഷിക കുടുംബമായതുകൊണ്ടും അതിനെ പിന്തുടർച്ചയായിട്ട് ഇവിടെ പശു വളർത്തല്, ആട് വളർത്തല്, പന്നി, എല്ലാവിധ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കൃഷിയും ചെയ്തു. ഇപ്പം ഏലമാണ് പറമ്പിലെ, എങ്കിലും അതിനോടൊപ്പം തന്നെ വീട്ടാവശ്യത്തിനും വീട്ടിലെ മറ്റ് അത്യാവശ്യം പുറത്തു വയ്ക്കുന്നതിനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീമതി സാലിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള, കാലിവളർത്തൽ ഉൾപ്പെടെയുള്ള, കോഴി വളർത്തൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ്. പൊതുവെ വീട്ടമ്മമാര് ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇത് ലാഭകരമല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത് ലാഭകരമാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയും കാലിവളർത്തലും എല്ലാം ലാഭകരമല്ല എങ്കിൽ പോലും അത് നമുക്ക് പിന്നെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം വളങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കുന്നില്ല. നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിന്റെ ചാണകം, അതിന്റെ ചാണകപ്പൊടി, പിന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചാരം, കോഴിയുടെ കാഷ്ടം, അതെല്ലാം ഉപയോഗിച്ച് തന്നെ പച്ചക്കറിക്ക് എല്ലാം വളമാക്കുന്നു. പറമ്പിലേക്കും വളമാക്കിയത് കൊണ്ട് മറ്റ് പിന്നെ അത്യാവശ്യം എല്ലാം ഇത് ഇവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അമിതമായിട്ട് ലാഭം ഇല്ലെങ്കിൽ പോലും ജീവിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ തികച്ചും ജൈവ രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്ന പച്ചക്കറികൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ തികച്ചും ജൈവ പച്ചക്കറികളാവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കാലി വളർത്തലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴി വളർത്തലുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഒരു വലിയ ലാഭം എന്ന് തന്നെ പറയാം. വളം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ട. വളം പുറത്തുനിന്ന് വാങ്ങുന്നില്ല. ഇപ്പം ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്ഥലം ഒരുക്കുമ്പോൾ തന്നെ കോഴിയുടെ കാഷ്ടവും ചാണകപ്പൊടി ചാരവും ഒക്കെ കൂടെ പറമ്പിലേക്ക് വിതറിയാലേ അപ്പോൾ തന്നെ പറമ്പിന് വിത്ത് പാകുന്നതിന് മുമ്പ് തന്നെ സ്ഥലം ഒരുക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എക്സ്ട്രാ ഒരു വളത്തിന്റെ ആവശ്യമില്ല. പിന്നെ സൂക്ഷ്മമൂലകങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. അതോടൊപ്പം ഭക്ഷണത്തിന്റെ വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം ഉപയോഗിച്ച് ഞാൻ വളം ഉണ്ടാക്കും. അതെല്ലാം ഉപയോഗിച്ചാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ശ്രീമതി സാലി, അപ്പോൾ ഇത്തരത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ, പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി? അത് ഇപ്പം വർഷമെന്ന് പറയാനില്ല. ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാണ്. അത് നമ്മുടെ പറമ്പിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്ര വർഷമെന്ന് പറയാൻ പറ്റുന്നില്ല. ഓർമ്മ വെച്ച കാലം മുതലുള്ളതാണ്. ഇതിൽ നമുക്കറിയാം, ചില പച്ചക്കറി ഇനങ്ങൾക്ക് നമുക്ക് സമൃദ്ധമായിട്ട് വിളവ് തരും, ദീർഘകാലം വിളവ് തരുന്ന കോവല് പോലെയുള്ള ഇനങ്ങളൊക്കെ ഉണ്ട്. ഏത് പച്ചക്കറിയിലാണ് കൂടുതൽ താല്പര്യം? ദീർഘകാലം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ഇഷ്ടം ഹ്രസ്വകാലത്തിലേക്കുള്ളതാണ്. ഇപ്പം ചീര, പയറ്, പിന്നെ പച്ചമുളക്, കാന്താരി, അതൊക്കെയാണ് എപ്പോഴും പറമ്പിലുണ്ടാകണമെന്നുള്ള ആഗ്രഹമുള്ളത്. എന്തോരം സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്? ഒരു 3 സെന്റിലേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പിന്നെ മറ്റുള്ള ആദായമാണ്, ഏലമാണ്. ഏലം കയറിയാൽ പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും വീടിന്റെ ഒരു 3 സെന്റ് സ്ഥലം ഇതിനു വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. എല്ലായ്പ്പോഴും ആ 3 സെന്റ് സ്ഥലത്താണോ ചെയ്യാറ്? അതെ, നിലവിൽ ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. ഒരു ഏലം കയറിയതിന് ശേഷം അതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തുന്നു. എത്ര ഇനം പച്ചക്കറികൾ ഉണ്ടാവും? 5 ഇനമേ ഉള്ളൂ. അത് സ്ഥിരമായിട്ടുണ്ട്.
ചീര എല്ലാ ദിവസവും നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളതുണ്ട്. പിന്നെ അത്യാവശ്യം അയൽവക്കക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പച്ചമുളകുണ്ട്, ചീരയുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് വളരില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നന്നായിട്ട് വളരുകയും നല്ല ഉൽപാദനം ചെയ്യുകയും ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ എന്തെങ്കിലും പച്ചക്കറി ചെയ്തിട്ടുണ്ടോ? ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര നല്ല ഫലം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ചേന, കാച്ചില് ഇതെല്ലാം ഇതിനോടൊപ്പം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ കാർഷിക രംഗത്ത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമുക്ക് കടയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ കടയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. വിപണന സാധ്യത ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ മറ്റ് മാർക്കറ്റുകൾ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ മാർക്കറ്റ് പോലെയുള്ള അങ്ങനെയുള്ള കാർഷിക മാർക്കറ്റുകളുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് കടകളിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് കഴിയും എന്നുള്ളതും സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് എടുത്ത് അല്ലെങ്കിൽ അയൽവാസികൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് കടകളിലും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കടകളിൽ നിന്ന് പച്ചക്കറി വാങ്ങാറില്ലേ? പച്ചക്കറിയായിട്ട് മേടിക്കാറില്ല. അല്ല, ഉള്ളി, സവോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളൂ. അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. വെണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, കാരണം നമുക്ക് വളം കിട്ടണമെങ്കിൽ കോഴിയും കാലിവളർത്തലും ഒക്കെ സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ. കാലിവളർത്തൽ എത്ര വർഷമായി? 20-25 വർഷത്തോളമായി. ഇവിടെ താമസം തുടങ്ങിയ എല്ലാ കാലത്തും ഉണ്ട് കാലിവളർത്തലുണ്ട്. കാലിവളർത്തല് ഇപ്പൊ പറഞ്ഞല്ലോ, കാലിവളർത്തലൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ പോലും നമ്മൾ ഈ കാലിവളർത്തൽ കൊണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പാല് കിട്ടും, അതോടൊപ്പം തന്നെ നമുക്ക് കൃഷി ആവശ്യത്തിനുള്ള ചാണകം കിട്ടും. അങ്ങനെ കാലിവളർത്തൽ ലാഭകരമാക്കി മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് പശുക്കളുടെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? എത്ര പശുക്കളുണ്ട്? ഒന്നേ ഉള്ളൂ, ഒരു പശു ഉള്ളൂ. സ്ഥലം കുറവാണ്. ആ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പുല്ലും മറ്റു കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് ബൾക്കായിട്ട് വളർത്താനുള്ള സൗകര്യങ്ങളില്ല. കൃഷിക്ക് വേണ്ടിയിട്ടും അത്യാവശ്യം വീട്ടിലെ പാലിന് വേണ്ടിയിട്ട് മാത്രം വളർത്തുന്നതാണ് പശുവിനെ. എത്ര വർഷമായിട്ട്? ഇന്നുണ്ട് 30 വർഷത്തോളമായി. എല്ലാ കാലത്തും തൊഴുത്തിൽ ഒരു പശുവെങ്കിലും ഉണ്ടായിട്ടുണ്ട് അല്ലെ? പശുവിനെ കൂടാതെ ആടുണ്ടോ? ആടുണ്ട്, ഒരാടുണ്ട്. പന്നിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വളർത്താനുള്ള അസൗകര്യം കൊണ്ട് പന്നിയില്ല. കോഴിയുണ്ട്. മുയൽ അടുത്ത കാലത്ത്, മുയലൊരു 500 മേളിലുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് മുയലിനെയൊക്കെ കൊടുത്തു. ഏലം കയറിയ പിന്നെ മറ്റു വളർത്താൻ സൗകര്യം കുറവാണ്. അതുകൊണ്ട് മുയലിനെയൊക്കെ കൊടുത്തത്. ശ്രീമതി സാലിക്ക് എന്തെല്ലാമാണ് ഇല്ലാത്തതെന്നാണ് ചോദിക്കേണ്ടത്. കാരണം കാലി വളർത്തലുണ്ട്, കോഴി വളർത്തൽ, ആട് വളർത്തൽ, മുയൽ കൃഷി ഉണ്ടായിരുന്നു. പിന്നെ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ വളർത്തുമൃഗങ്ങൾ വേറെ ഉണ്ടോ? പന്നിയും ഗിനിപ്പന്നിയും ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴില്ല. അത് അതിന്നാലായില്ല, ഒരു 3 മാസത്തോളായിരുന്നു വിറ്റിട്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, താങ്കള് ജനപ്രതിനിധി കൂടിയായിരുന്നു. ജനപ്രതിനിധിയായിരുന്നു. പിന്നെ ഒരു 20 വർഷത്തോളമായിട്ട് LIC ഏജന്റാണ്. അംഗൻവാടിയിലെ താൽക്കാലികമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടൊരു 15 വർഷത്തോളം ADSന്റെ പ്രസിഡന്റായിട്ട്, സെക്രട്ടറി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ കാർഷിക പ്രവർത്തനങ്ങൾ മാത്രമല്ല, സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള സാമൂഹിക പ്രവർത്തക കൂടിയിട്ടാണ് ശ്രീമതി സാലി. കാർഷിക പ്രവർത്തനത്തോടൊപ്പം തന്നെ അതെല്ലാം കൊണ്ടുപോകാനായിട്ട് സമയം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. കാലിവളത്തിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ട് പുല്ലൊക്കെ കൊണ്ടുവരണം. അതിനൊക്കെ നമുക്ക് വീടിന് ചുറ്റുവട്ടത്തിൽ തന്നെ പുല്ലൊക്കെ ലഭിക്കാനുള്ള സൗകര്യമുണ്ടോ? ഉണ്ട്. ഒരു പശുവിന് വേണ്ടിയിട്ട് നമുക്ക് വളർത്താൻ കിട്ടും. വീടിന് ചുറ്റുവട്ടത്തിൽ നിന്ന് പുല്ല് കിട്ടും. എന്തോരമുണ്ട് സ്ഥലം? 80 സെന്റേ ഉള്ളൂ. 80 സെന്റ് സ്ഥലം ഏലം മാത്രമാണോ? ഏലമാണ് കൂടുതൽ. പൊതുവെ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുന്നത് ഒരു കാലത്ത് വല്ലാണ്ട് വരൾച്ച നേരിട്ടിരുന്ന ഒരു പ്രദേശം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പോഴും വരൾച്ച ഉണ്ടോ? ഇപ്പൊ ഇല്ല, കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടാണ്. വരൾച്ചയോടനുബന്ധിച്ച് എല്ലാവരും കുഴൽക്കിണറൊക്കെ കുത്തിയതുകൊണ്ട് വെള്ളമൊക്കെ സമൃദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ജീവിത സാഹചര്യം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ജീവിത ചുറ്റുപാടുകള് നിലവാരം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. എല്ലാവരുടെയും ഒരു 10-15 വർഷത്തിന് മുമ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും ജീവിതമാർഗതി വർദ്ധിച്ചിട്ടുണ്ട്. അത് കൃഷിയിൽ നിന്നാണോ? അതെ, കൃഷിയിൽ നിന്ന്. ഏലമാണ് കൂടുതൽ ഈ പ്രദേശത്തുള്ളത്. ഏലത്തിൽ നിന്ന് തന്നെയാണ്. ഏലത്തിന് വിലക്കുറവൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരുടെയും ജീവിത രീതി മാറിയിട്ടുണ്ട്.
അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ വല്ലാണ്ട് വരൾച്ച നേരിട്ട ഒരു പ്രദേശമാണ് കരുണാപുരം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുഴൽക്കിണറുകളുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നുകൂടിയിട്ടാണ് കരുണാപുരം. ഇപ്പോൾ ആ കുഴൽക്കിണറുകളിലെല്ലാം വെള്ളമുണ്ടോ? ഉണ്ട്, എല്ലായിടത്തും തന്നെ വെള്ളമുണ്ട്. വെള്ളമില്ല എന്നുള്ള ഒരു പരാതി കേൾക്കുന്നേ ഇല്ല. ജനപ്രതിനിധി ആയിരുന്നത് ഈ കരുണാപുരം പഞ്ചായത്തിലാണ് അല്ലേ? ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കുറെ കർഷകരെയും കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന വീട്ടമ്മമാരെയൊക്കെ കാണാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു പ്രതികരണവും? അവരൊക്കെ വീണ്ടും ഈ പച്ചക്കറി പോലെയുള്ള കൃഷികളിലേക്ക് വീണ്ടും താല്പര്യത്തോടുകൂടി ഇപ്പൊ കടന്നു വന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? മുമ്പ് പറഞ്ഞല്ലോ, ജീവിത സാഹചര്യം മാറിയുന്നു. ഇപ്പൊ ഏലം വെക്കുന്ന ആളിന് ഒരു തുള്ളി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും കൂടെ ഒരു മൂട് ഏലം വെക്കാനായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ. എന്നാൽ കുറെ ആൾക്കാരൊക്കെ പച്ചക്കറി ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ, അവരുടെ വീട്ടാവശ്യം വേണ്ടിയിട്ട്. എന്നാലും കാർഷിക മേഖലയിലാണ് ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഏലം കൃഷിയിലേക്കാണ് കൂടുതൽ ആളുകൾ കടന്ന് ചെല്ലുന്നത്. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സുഭിക്ഷമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പൊ കൂടുതൽ ഏലം വെക്കുക, ഒരു ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഏലം വെക്കുക എന്ന് പറഞ്ഞിട്ട് കരുണാപുരം പഞ്ചായത്തിലെ എല്ലാ കൃഷിയിടങ്ങളിലും ഇപ്പോൾ ഏലമാണ് കൂടുതൽ കാണുന്നത്. കുരുമുളകുണ്ടോ? ഏലമാണ് കൂടുതൽ. കുരുമുളക് ഉണ്ട് എന്ന് പറയാനേ ഉള്ളൂ, വളരെ കുറവാണ് കുരുമുളക്. ഏലം കയറി കഴിയുമ്പോൾ കുരുമുളകിന്റെ ഉൽപാദനശേഷി കുറയുന്നതുകൊണ്ട് വിളവ് കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കാം കുരുമുളക് ചെടികളെല്ലാം മുക്കാലും പോയി എന്നാണ് കർഷകരെല്ലാം പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നത്. നമ്മുടെ പറമ്പിലും അങ്ങനെ തന്നെയാണ്. കുരുമുളകിൽ നിന്ന് വലിയ ആദായം കിട്ടുന്നില്ല. ഏലമാകുമ്പോൾ ഒരു 45 ദിവസം കൂടുമ്പോൾ എല്ലാ ആൾക്കാർക്കും കുറച്ച് വരുമാനം ലഭിക്കുന്നതുകൊണ്ട് അതിലേക്കാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും ഇപ്പം പണിയുണ്ട്. അങ്ങനെ ഏലത്തിൽ പണിയുള്ളതുകൊണ്ട് ആൾക്കാർ കൂടുതലും എല്ലാ വീട്ടുകാരും ഏലത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശ്രീമതി സാലിക്ക് ഏലം കൃഷിയുടെ കാര്യങ്ങളൊക്കെ അറിയാമോ? അത്യാവശ്യം അറിയാം. 80 സെന്റ് സ്ഥലത്ത് ഏത് ഇനത്തിലുള്ള ഏലമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്? ഞള്ളാനിയുണ്ട്, പേര് ശരിക്കും എനിക്കറിയത്തില്ല. ആ ഏലത്തിന്റെ പണികൾ അറിയാം. കായെടുക്കാനും കവാത്തെടുക്കാനും വെള്ളമടിക്കാനും അങ്ങനെയുള്ള എല്ലാ പണികളും അറിയാം. ഏലത്തിന്റെ സൈസുകൾ അറിയത്തില്ല, അത് ഭർത്താവിന്റെ ജോലി ആയതുകൊണ്ട്. എന്നാലും കായൊക്കെ അറിയാം. കായെടുക്കാൻ നന്നായിട്ട് അറിയാം. അപ്പൊ ഏലം കൃഷിയിലും ഈ വീട്ടമ്മ വേണ്ടത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനം അറിയില്ല, ഞള്ളാനി എന്നുള്ളത് അറിയാം. ഒരുപക്ഷെ പാലക്കൊടിയൻ ഉൾപ്പെടെയുള്ള മറ്റിനങ്ങളും എല്ലാം ഈ പ്രദേശത്തുണ്ടാവും. വരൾച്ചയെ നേരിടുന്ന ഒരു ഇനമാണല്ലോ കുമിളി ഏലം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഏലമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തായാലും പോലും എന്തോരം സമയം ഇപ്പൊ ഈ പച്ചക്കറി കൃഷിക്കും കാർഷിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് മാറ്റിവെക്കുന്നുണ്ട്? പച്ചക്കറി കൃഷിക്ക് ഒരുപാട് സമയം ചെലവഴിക്കുന്നില്ല. രാവിലെയും വൈകിട്ടും വളരെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, 3 സെന്റിനടുത്ത് സ്ഥലത്തേ ഉള്ളൂ പച്ചക്കറി. അപ്പൊ അതിനുള്ള വെള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് സമയം മതി. കൂടുതൽ സമയം ഏലത്തിനകത്താണ് പണിയേണ്ടി വരുന്നത്. സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ പണിയുള്ളത് ഏലത്തിനകത്ത്. പിന്നെ പശുവും മറ്റു കാര്യങ്ങളും എല്ലാത്തിനും തീറ്റയൊക്കെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് പല പരിപാടി ഉള്ളതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. കുഴൽക്കിണറാണോ ഇപ്പൊ വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്? അതെ, കുഴൽക്കിണറാണ്. ഇവിടെ എല്ലാം അങ്ങനെയാണല്ലോ, അല്ലാണ്ട് തോടുകള് ജലാശയങ്ങൾ അങ്ങനെയില്ല. നമ്മുടെ ഈ പ്രദേശത്തില്ല, കുറച്ചൊക്കെ മാറി കുളമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ എന്നാലും അത് സക്സസ് അല്ല. എല്ലാ വീട്ടിലും കുഴൽക്കിണറുണ്ട്. ചെറുകിട കർഷകരാണല്ലോ. ചെറുകിട കർഷകരാണെങ്കിൽ പോലും ഓരോരുത്തർക്ക് എത്രത്തോളം ഒക്കെ കൃഷിയിടങ്ങളുണ്ടാവും? 50 സെന്റ് മുതൽ 5 ഏക്കർ വരെയുള്ളവരാണ് കൂടുതൽ ആൾക്കാർ. അവരെല്ലാം തന്നെ ഏലം കൃഷിയിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അല്ലേ? വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എന്റെ വീട്ടിലെ ഭർത്താവും 2 മക്കളും. ഭർത്താവിന്റെ പേര്? ഭർത്താവ് ജോർജ് കുട്ടി. മക്കള് 2 പേര്, സോനു, സ്നേഹ. എന്താ ചെയ്യുന്ന കുട്ടികൾ? ഒരാള് ഡ്രൈവറാണ്, മോള് PG കഴിഞ്ഞു, ബൈജൂസ് ആപ്പി പഠിപ്പിക്കുകയാണ്. എന്തായാലും കാർഷിക രംഗത്ത് പച്ചക്കറി കൃഷിയിൽ, കാലി വളർത്തലിൽ, കോഴി വളർത്തലിൽ, ആട് വളർത്തലിലൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കർഷകയാണ് ഇന്ന് നമ്മോടൊപ്പം ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ച ശ്രീമതി സാലി. ജനപ്രതിനിധിയായിരുന്നു. റോസമ്മ ജോർജ് കിഴക്കൽ എന്നാണ് ഔദ്യോഗികമായ പേരെങ്കിൽ പോലും സാലി എന്നാണ് വിളിക്കുന്നത്. എന്നാലും കാർഷിക രംഗത്ത് വീട്ടമ്മമാരുടെ ഒരു സ്വാധീനം ചെറുതല്ല. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതൊരു വീട്ടിലും ആ കാർഷിക രംഗത്ത് ഭർത്താവിനോടൊപ്പത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് സ്ത്രീകളാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന, മാത്രമല്ല പൊതുരംഗത്തും നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മയാണ് റോസമ്മ ജോർജ്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി. കരുണാപുരത്തെ വീട്ടമ്മയായ റോസമ്മ ജോർജ് കിഴക്കേലുമായി ഇതുവരെ സംസാരിച്ചത് ആന്റണി മുനിയറ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം.
സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻ പ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.